GSTയിൽ അടിമുടി പരിഷ്കരണം വന്നിരിക്കുകയാണ്. ചരക്ക് സേവന നികുതിക്ക് ഇനി മുതൽ 2 സ്ലാബുകൾ മാത്രമായിരിക്കും. 12% 28% ഒഴിവാക്കിയിരിക്കുകയാണ്. ഇനി ഉണ്ടാവുക 5%-ന്റെയും 18%-ന്റെയും സ്ലാബുകൾ മാത്രമായിരിക്കും. പാൽ ഉൽപ്പന്നങ്ങൾക്കും വില കുറയും എന്നുള്ള സന്തോഷ വാർത്തയാണ്. 12-ൽ നിന്ന് 5%-ആയി നികുതി കുറയും. നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസിനും ലൈഫ് ഇൻഷുറൻസിനെയും GSTയിൽ നിന്ന് ഒഴിവാക്കുകയാണ്. ഓക്സിജൻ സിലിണ്ടറിനും ഗ്ലൂക്കോമീറ്റർ പരിശോധനാ കിറ്റുകൾ തെർമോമീറ്ററിനും വില കുറയും. 18-ൽ നിന്ന് 5%-ആയി നികുതി കുറയും. കണ്ണടകൾക്കും വില കുറയാൻ പോവുകയാണ്. നികുതി 5%-ആയിരിക്കും ഇനി മുതൽ. പെൻസിൽ, ഷാർപ്പനറുകൾ, ഇറേസറുകൾ, ക്രയോണുകൾ ഇവയ്ക്ക് ഇനി നികുതി ഉണ്ടാവില്ല. പകർത്ത് ബുക്കുകൾക്കും നോട്ട് പുസ്തകങ്ങൾക്കും നികുതി ഉണ്ടാകില്ല. മാപ്പുകൾ, ചാർട്ടുകൾ, ഗ്ലോബുകൾ ഇവയ്ക്കും ഇനി മുതൽ നികുതി ഉണ്ടാകില്ല. വാഹനങ്ങൾക്കും വില കുറയാൻ പോവുകയാണ്. 1200 cc വരെയുള്ള പെട്രോൾ, ഹൈബ്രിഡ്, ഗ്യാസ് കാറുകൾക്ക് 28%-ആയിരുന്നു ഇന്ന് വരെ ഉണ്ടായിരുന്ന നികുതി. അത് കുറഞ്ഞ് 18 ആകും. 1500 cc വരെയുള്ള ഡീസൽ ഹൈബ്രിഡ് കാറുകൾക്കും നികുതി കുറയുകയാണ്. 28-ൽ നിന്ന് 18%-ആയി. അതോടൊപ്പം 330 cc വരെയുള്ള ബൈക്കുകൾ, അതോടൊപ്പം ഓട്ടോകൾ ഇവയ്ക്കും നികുതി കുറയുകയാണ്. ചില ഇനം ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ GST കുറച്ചിട്ടുണ്ട്. AC, 32 ഇഞ്ചിന് മുകളിലുള്ള TV, മോണിറ്ററുകൾ, പ്രൊജക്ടറുകൾ, ഡിഷ് വാഷറുകൾ ഇവയുടെയൊക്കെ GST 28-ൽ നിന്ന് 18% ആക്കിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കുള്ള പാൽക്കുപ്പി, നാപ്കിൻ, അതോടൊപ്പം മുതിർന്നവർക്കുള്ള ഡയപ്പറുകൾ ഇവയ്ക്കും 12%-ആയിരുന്നു ഇതുവരെയുള്ള നികുതി. അത് ഒറ്റയടിക്ക് 5%-ന്റെ സ്ലാബിലേക്ക് വരികയാണ്. വില കൂടുന്ന വസ്തുക്കളുമുണ്ട് GST പരിഷ്കരണത്തിൽ. പുകയില ഉൽപ്പന്നങ്ങൾക്ക് GSTയും സെസ്സും അടക്കം ഇനി 40%-ആയിരിക്കും നികുതി. കോളകൾക്കും വില കൂടും. 28%-ആയത് ഒറ്റയടിക്ക് 40% ആക്കിയിട്ടുണ്ട്. അതോടൊപ്പം സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾക്കും ആഡംബര വാഹനങ്ങൾക്കും സെസ് 40% ആക്കിയിട്ടുണ്ട്. ഈ മാറ്റിയ GST പരിഷ്കരണം ഈ മാസം 22 മുതലായിരിക്കും പ്രാബല്യത്തിൽ വരിക.